അല്ല ഇനി അഞ്ജലിമാര് വരില്ലായിരിക്കും അല്ലേ? നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലേ? എനിക്ക് കോളൊക്കെ വന്നു തുടങ്ങിയെന്നേ. ഹലോ, അഞ്ജലിയാണ്. ഡെയിൻ ഉണ്ടോ അവിടെ? ഡെയിനെ കിട്ടോ? ഡെയിൻ ഇപ്പൊ എവിടെയുണ്ട്? അല്ല, ഡെയിനെ സംസാരിക്കാൻ കിട്ടുമോ? ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോ എന്തായാലും ഓൾമോസ്റ്റ് ഇപ്പൊ തൃശ്ശൂരുള്ള അഞ്ജലി, എനിക്ക് പരിചയമുള്ള അഞ്ജലിമാരൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്ത് അഞ്ജലിമാരെ മാത്രം പിടിച്ചേക്കണേ? അല്ല, കഴിഞ്ഞ ആഴ്ച നമ്മൾ പെട്ടെന്ന് അഞ്ജലി എന്ന് ആതിരയുടെ പേര് പറഞ്ഞപ്പോ, ആതിരയുടെ പേരല്ലേ, ആരുടെ പേര് പറഞ്ഞപ്പോ അഞ്ജലിന്ന് തെറ്റി പറഞ്ഞു. അപ്പൊ ഇവര് പിടിച്ചു. അപ്പൊ എനിക്ക് പരിചയമുള്ള പഴയ അഞ്ജലിമാരെ പോയി. അങ്ങനെയൊന്നും അല്ല. 2-3 കണ്ടസ്റ്റൻസിനെ വിളിക്കുമ്പോ അവരുടെ പേരൊക്കെ അഞ്ജലി അഞ്ജലി പല പ്രാവശ്യം അഞ്ജലി, ആരും ഒരാളൊന്നും അല്ല. അത് വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് എന്തോ ഉണ്ട്. പെരുമ്പാവൂർ 2-3 അഞ്ജലി പറഞ്ഞ നാക്കെടുത്തില്ലാതെ അപ്പത്തേക്കും വന്നു. അഞ്ജലി എന്ന് മാത്രം പറയരുത്. അഞ്ജലിയാണോ? അതെ. അതെന്താ അങ്ങനെ പറയുന്നേ? അഞ്ജലി അവിടെ നിൽക്കൂ. ഷർട്ട് കഴിക്കാൻ പറയണോ? അതല്ല, അമ്മൂന്റെ അമ്മയാണത്. ശ്രദ്ധിച്ചൊക്കെ വേണം കേട്ടോ. അമ്മൂന്റെ അമ്മയോ? ആ, കീർത്തനെ വീട്ടിൽ അമ്മൂന്നല്ല. അതല്ല, ഇവിടെ സംസാരിക്കാം. നെടുമങ്ങാട് വെച്ചിട്ട് ബസ് സ്റ്റോപ്പിൽ വെച്ച് തല്ലുണ്ടത് ഓർമ്മയുണ്ടോ? അതെല്ലാം ബസ് സ്റ്റോപ്പിൽ കിട്ടാറുണ്ട്. നെടുമങ്ങാട് വെറുതെ അല്ല, അഞ്ജലി അഞ്ജലി എന്ന് വിളിച്ചു വന്നിട്ട് നാട്ടുകാരൊക്കെ അത് അവളാ, ആ നന്ദന പൂവാലെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു കൊടുത്തതാണ്. എന്തോ ഒരു സങ്കടമായെന്നറിയോ? ആണോ? പിന്നെന്താ, കത്ത് കിട്ടിയായിരുന്നു അല്ലേ? കിട്ടിയപ്പോ ഭയങ്കര സന്തോഷായി. അതാ ഓടി വന്നേ. ആണോ? അതെ, ഞാൻ ഈ അഞ്ജലിമാരെയൊക്കെ പാർപ്പിച്ചിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടേക്ക് പോവാം നമുക്ക്. അവിടെ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ സംസാരിക്കാലോ. വേണ്ട, ഇവിടെ അമ്മൂന്റെ അമ്മ ഇന്ന് സംസാരിക്കാം. ഇങ്ങോട്ട് വാ. ഞാൻ അഞ്ജലിയാ നോക്കില്ല, ചവിട്ടി കൂട്ടിട്ട് നടക്കട്. എന്തായിരുന്നു എവിടെ? അമ്മൂന്റെ അമ്മ ഇതൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ. എനിക്കൊരു ടെൻഷൻ ഇല്ലാതല്ല. ഇതൊക്കെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളല്ലേ. തീരുമാനമായിട്ടില്ല. അങ്ങനെ ഇപ്പോഴേ തീരുമാനമാക്കില്ല അമ്മൂന്റെ അമ്മേ. അമ്മൂന്റെ അമ്മ അമ്മൂമ്മേന്ന് പറയുന്ന പോലെ ഉണ്ട്. ഇത്ര നാള് ആശ്വസിച്ചതാണല്ലോ വിളിച്ചത്. അമ്മ എന്ന് വിളി തുടങ്ങും. ചങ്കടിക്കുന്നു. അമ്മു കേൾക്കണ്ട. അതാണ് ഭാഗ്യം, ഉറങ്ങായിരിക്കും. അല്ല, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഒരൊറ്റ എപ്പിസോഡിൽ അഞ്ജലി എന്ന് പറഞ്ഞ പേര് പറഞ്ഞപ്പോഴേക്ക് ഇത്ര അഞ്ജലിമാര് വരുവാണെങ്കിൽ ഇനിയുള്ള എപ്പിസോഡിൽ ഒരു 10-15 പെൺപിള്ളേരുടെ പേര് പറഞ്ഞ് ഇനി എന്തായിരിക്കും ഇവിടെ അല്ലേ? ഇവിടെ ജാഥയോ? അതെ, ഞാൻ ഇപ്പൊ ആലോചിക്കുന്ന 24 ഒരു സംസ്ഥാന സമ്മേളനം ചെയ്യുന്ന പോലെ നമുക്ക് അഞ്ജലിമാരുടെ ഒരു സംസ്ഥാന സമ്മേളനം നടത്തേണ്ടി വരും ഇന്നലേക്കാണെങ്കിൽ. അപ്പൊ പിന്നെ ഡെയിനിന്റെ ആദരാഞ്ജലികളും കൂടെ നടത്താം. എന്താ? അല്ല, അഞ്ജലിമാരെല്ലാരും കൂടെ വരും.